എന്റെ ചന്ദ്രിയെ നടക്കത്തില്ലെന്ന് ചേട്ടൻ പറഞ്ഞില്ലേ? പിന്നെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ചേട്ടനാ. ഞാൻ പറഞ്ഞാലൊന്നും അങ്ങേര് കേൾക്കുകയില്ല. അങ്ങേര് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് തന്നെ അതിന്റെ അർത്ഥം. ഞങ്ങൾക്ക് ആകെ 10 സെന്റ് സ്ഥലമല്ലേ ഉള്ളൂ. ഇതിപ്പോ റോഡ് വേണമെങ്കിൽ നിങ്ങൾ കനിയണം. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇനിയിപ്പോ ഒന്ന് വിൽക്കണമെങ്കിൽ തന്നെ റോഡില്ലാണ്ട് ആരെടുക്കാനാ? ഇതിപ്പോ ഞങ്ങളുടെ വഴി കൂടെ നടക്കണ്ടാന്നൊന്നും ചേട്ടൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ആ വഴി കൂടെ നടന്നിട്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി പോകുന്നത്. ഇതിപ്പം വണ്ടി പോകാനുള്ള വഴി തരാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിപ്പോ ഞാൻ അതിനിപ്പോ എന്ത് പറയാൻ വേണ്ടിട്ടാ? നീ ഒന്ന് പറ. നീ പറയുവാണെങ്കിൽ ചേട്ടൻ സമ്മതിക്കുകയല്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കടി. വേറെ ഒരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ടാ. ഇതാണെങ്കിൽ ഇപ്പൊ ചെറുക്കനൊരു കാർ എടുത്തതാണെങ്കിൽ വഴിയിലിടേണ്ടി വരും. വീട്ടിലോട്ടൊന്നും വീടിന്റെ മുറ്റത്ത് കൊണ്ടിടാൻ പറ്റുകയില്ല. വഴി സൈഡിൽ തന്നെ ഇടേണ്ടി വരും. അയ്യോ, എന്നോട് വന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ചന്ദ്ര ഒരു കാര്യം ചെയ്യും, ചേട്ടനോട് പറ. അല്ലെങ്കിൽ മോനോട് പറ ചേട്ടനോട് സംസാരിക്കാൻ വേണ്ടിട്ട്. എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത്, അതുകൊണ്ടാ. അവനോടൊന്ന് പറഞ്ഞു നോക്കാം. ഇവിടുത്തെ ചേട്ടനോടൊന്ന് സംസാരിക്കാൻ വേണ്ടിട്ടേ. നിങ്ങളുടെ പറമ്പ് അധികമൊന്നും വേണ്ട. ഇപ്പൊ നടക്കാനാണെങ്കിൽ ഒരു 3-4 അടി നടന്നാ മതി. അത്രേ ഉള്ളൂ. അത്രേ സ്ഥലം വരുള്ളൂ. ഒന്ന് സംസാരിച്ച് നോക്കാം. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? അത് ശരി, മകൻ കാറ് വാങ്ങി. ആ, അതുകൊണ്ടാണ് ഇപ്പൊ ഓടിപ്പടച്ച് വഴിക്ക് വന്നത്. അത് ശരി. ആ, ഇപ്പൊ നടക്കുന്നത് നിങ്ങളുടെ പറമ്പിൽ കൂടെ അല്ലേ? ഇനിയിപ്പം വണ്ടി കയറ്റാനുള്ള വഴിക്ക് കൂടെ കൊടുക്കണോ? കൊള്ളാലോ ബൂതി. ഇതിപ്പോ കാശ് എത്ര വേണേലും തരാന്ന്, വഴിക്കേ എത്ര വേണേലും തരാം, വഴി കൊടുത്താൽ മതിയെന്ന്. എത്ര കാശ് തന്നാലും വഴി കൊടുക്കണ്ടെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ചേട്ടന് കൊടുക്കാനാ ഞാൻ പറഞ്ഞു, കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനിപ്പോ കൊടുക്കണ്ടല്ലോ. ഇപ്പോഴേ കാശുണ്ട്. ചെറുക്കൻ വലിയ എഞ്ചിനീയർ അല്ലേ, നല്ല ശമ്പളം ഉണ്ട്. ഏതോ വലിയ കമ്പനിയിലും വേണ്ട, നല്ല ശമ്പളം ഉണ്ട്. അത്ര പൈസ ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി സ്ഥലം മേടിക്കട്ടെ. ഓ, മുറ്റത്തോട്ട് വണ്ടി ഇറക്കാൻ വേണ്ടിട്ടേ. അത് തന്നെ എന്റെ അഭിപ്രായം. ഇപ്പം വഴി കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അല്ലെങ്കിൽ ആ ചന്ദ്രയുടെ ഒരു അഹങ്കാരം. ഓ എന്റെ ദൈവമേ, കുടുംബശ്രീയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നോടൊന്നും കിട്ടൊന്നുമില്ല. മുഖം കയറ്റി പിടിച്ചുള്ള ഒരു ഇരിപ്പും കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും. ഒരൊറ്റ അങ്ങ് ഇട്ട് കൊടുക്കാൻ തോന്നും. പിന്നെ അവളുടെ മകൻ നല്ലോണം പഠിക്കുമായിരുന്നു. അത് പഠിക്കുന്ന സമയത്ത് തന്നെ ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ആയിരുന്നില്ലേ? ഓ, ഫസ്റ്റില് ഫസ്റ്റ് ആയിരുന്നേ. എനിക്കുണ്ടൊരു മകൻ. കൂട്ടും കൂടി ആ കവലെ പോയിട്ട് ഏത് നേരം ഇങ്ങനെ ഇരിക്കും. ആടി ചപ്പുന്ന പോലെ എന്തൊക്കെയോ ചപ്പിക്കൊണ്ടിരിക്കുന്ന കാണാം ഞാൻ അതിലേക്ക് പോകുമ്പോ. എന്നതാ വായിക്കാട്ട് ആർക്കറിയാം? അത് മാത്രമാണോ ഒറ്റ പെൺപിള്ളേരെ വഴി നടക്കാൻ വിടുവോ? വഴി നോക്കി മനുഷ്യനെ പറയിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പോയിരിക്കും. കുടിയാണെങ്കിൽ കുടിയും വരി, അതും ഒരു വശത്ത്. ഓ, ഉള്ളതാണ് ഇങ്ങനെയായി പോയി എന്റെ. ഓ, എന്റെ സരളെ, നീ എങ്ങനെ വളർത്തിയ കൊച്ച? അതിന് ഇങ്ങനെയായി പോകുന്നേ. ഓ, എനിക്ക് പിന്നെ ഉള്ളതൊരു പെങ്കൊച്ച. പെണ്ണായതുകൊണ്ട് വീട്ടിൽ അടങ്ങി കുത്തി ഇരുന്നോളൂ. ഇനി വല്ലവന്റെ പുറകെ ഇറങ്ങി പോകാതിരുന്നാ മതി. അത് നമ്മൾ നോക്കിയാ മതി. ഓ, പെണ്ണായാലും ആണായാലും ഒക്കെ വഷളായി പോയാ കണക്ക് തന്നെയാ. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ ഞാൻ പോവാ ചന്ദ്രി. നീ വഴി കൊടുക്കാനൊന്നും നിന്നേക്കരുതേ. ഇനിയിപ്പം നിന്റെ കെട്ടിയവന് സമ്മതമായിരിക്കും വഴി കൊടുക്കാൻ വേണ്ടിട്ട്. സമ്മതിപ്പിച്ചേക്കരുത്. നീ പറഞ്ഞ് തിരുത്തിക്കോണം. ഞാൻ പറഞ്ഞേക്കാം. ഇല്ലടി, കൊടുക്കത്തൊന്നുമില്ല. കൊടുക്കുകയില്ല. ഞാൻ സമ്മതിക്കുകയില്ല. ഓ, അല്ലെങ്കിൽ അവക്ക് പഴയകാലത്തെ സുന്ദരിയല്ലേ അവള്. ഒരു 10, 18, 19, 20 വയസ്സിലൊക്കെ കാണണമായിരുന്നെന്ന് പറയും. വീട്ടിലെ അമ്മയും പറയുന്നത് കേൾക്കാം. ഈ അവളുടെ പുരാണങ്ങള്. ഓ, ആയ കാലത്ത് എത്രയോ ചെറുക്കന്മാർ അവളുടെ പുറകെ നടന്നതാണ്. ഇപ്പൊ പ്രായമായിട്ടല്ലേ ഇങ്ങനെയായി പോയത്. നല്ല പ്രായത്തിൽ കാണണമായിരുന്നെന്ന്. അതിന്റെയൊക്കെ കൂടി അഹങ്കാരം അവക്ക്. അപ്പൊ ഞാൻ പോവാ, പണിയുണ്ട്. ആ ചെറുക്കനെ ഉണ്ണാ സമയമാകുമ്പോ പറന്നു വരും എവിടുന്നെങ്കിലും. ഓ, എന്തേലും ആക്കി ഓർക്കട്ടെ. പോട്ടെ. ആരാടി വന്നത്? ഏ ഞാനേ ഈ ശ്വാസം മുട്ടലിന്റെ ഗുളിക കഴിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ആരുടെ വർത്താനം കേട്ടായിരുന്നല്ലോ. ഓ, ആദ്യം ചന്ദ്രി വന്നു, പിന്നെ സരള വന്നു. രണ്ടുപേരും പോയി. ആ, ഓ, എന്റെ ദൈവമേ. എടിയാ, നീ അവനോട് പറഞ്ഞിട്ട് പറ, ഇച്ചിരി സ്ഥലം കൊടുക്കാൻ വേണ്ടിട്ട്. അവരെങ്ങനെയെങ്കിലും അവരുടെ കുടുംബത്തോട്ട് വഴിയാക്കട്ടെ. ഇത് അത്രയല്ലേ സ്ഥലം പോകുള്ളൂ. നമ്മുടെ വീടിന് ചുറ്റും കിടക്കുന്ന പറമ്പാണോ? അല്ല, കുറെ അപ്പുറത്തല്ലേ. അവരുടെ വീടിന്റെ അടുത്താണ് പറമ്പ് കിടക്കുന്നത്. ഈ പറമ്പിലാണെങ്കിലോ അന്യസംസ്ഥാന തൊഴിലാളികൾ പണിക്ക് വന്നവർ അപ്പിയിടാൻ കയറിക്കൊണ്ടിരുന്ന പറമ്പാ. ഈ ചന്ദ്രയും ചന്ദ്രയുടെ കെട്ടിയവനും കൂടിയിട്ടാണ് അവരെ ഓടിച്ചു വിട്ടത്. അത് മാത്രമാണോ? ഈ ചക്കയും മാങ്ങയും കശുവണ്ടി അടക്കം കട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് കള്ളന്മാര് കയറുന്നത് വേറെ. അങ്ങനെ കള്ളന്മാരൊന്നും കയറാതെ അവരുടെ ഒരു കണ്ണ് എപ്പോഴും നമ്മുടെ പറമ്പിൽ ഉണ്ടായില്ലേ. അത്രയേ സ്നേഹമുള്ള ആൾക്കാരാ. അവര് വഴിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി പറമ്പല്ലേ ചോദിക്കുന്നുള്ളൂ. ഇച്ചിരി അത്ര ഒരു 3-4 അടി നടക്കുന്ന ദൂരം അത്രേ ഉള്ളൂ. അത് പിന്നെ നമ്മുടെ പറമ്പ് കിടക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തല്ലല്ലോ. അവരുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ പറമ്പ് മൊത്തവും കാണാം. അപ്പൊ പിന്നെ ആരായാലും ചെയ്യുന്നതൊക്കെ അവരും ചെയ്യുന്നുള്ളൂ. പിന്നെ വെറുതെ ഒന്നും അല്ലല്ലോ.
പറമ്പിന് ഇഷ്ടം പോലെ ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ എടുക്കുന്നുണ്ടാവും. നമ്മളിതൊന്നും കാണുന്നില്ലല്ലോ. ഇതേ പെണ്ണെ, വെറുതെ ദൈവദോഷം പറയാൻ വേണ്ടി നിൽക്കരുത്. ഒരു മാങ്ങ പോലും അവര് ചോദിക്കാതെ നമ്മുടെ പറമ്പിൽ ഇന്നേ വരെ എടുത്തിട്ടില്ല. അവരുടെ ഒരു കൊച്ചുണ്ട്, ആ കൊച്ചു കുഞ്ഞായിരുന്നപ്പോ പോലും ഒരു മാങ്ങ പഴുത്ത് കിടന്നാൽ പോലും ആ ചെറുക്കനെ ഇടിക്കുകയില്ല. അത്രയും സത്യമുള്ള ആൾക്കാരാ. വെറുതെ വേണ്ടാതേന്ന് നീ പറയാൻ നിൽക്കരുത്. ഓ, ആ ചെക്കനൊക്കെ ഇപ്പൊ വളർന്ന് വലിയ ജോലിക്കാരനായി. എങ്ങും ആർക്കും ഇല്ലാത്ത ശമ്പളമൊക്കെ ഉണ്ടെന്നാ പറയുന്നത് കേട്ടത്. ഭയങ്കര മിടുക്കനല്ലേ. ആ കിട്ടുപടി കിട്ടും. അത്രയും നല്ല മനുഷ്യരവർ. ആ കൊച്ചിനെ, ആ ചെറുക്കൻ കൊച്ചിനെ അവർ അത്ര ഇതായിട്ടാ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പൊ അതിന്റെ ഗുണം അവർക്ക് കിട്ടും. പറ്റുന്ന രീതിയിൽ എല്ലാവരും സഹായിക്കുകയും ചെയ്യും. നല്ല നന്മയുള്ള ആൾക്കാരാ. അപ്പൊ അതിന്റെ ഗുണം അവരുടെ കൊച്ചിന് കിട്ടും. ഞാനിനി എന്റെ മകന് ഒരു വിലയില്ലല്ലോ. എനിക്കറിയാം എന്റെ മകൻ സമ്മതിക്കൂന്ന്. നീയാണ് അവനെ സമ്മതിപ്പിക്കാത്തത്. കേൾക്കുമ്പോ എനിക്ക് അങ്ങോട്ട് നല്ല ദേഷ്യം അങ്ങോട്ട് എനിക്ക് വരുന്നുണ്ട്. എന്റെ ദൈവമേ, എന്നെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന കാലം മുതൽ കേൾക്കുന്നതാണ് ചന്ദ്രികാ പുരാണം. ചന്ദ്രി അങ്ങനെയാണ്, ചന്ദ്രി ഇങ്ങനെയാണ്, ചന്ദ്രിയുടെ കറിക്ക് നല്ല ടേസ്റ്റാണ്, ചന്ദ്രി മുറ്റ പിടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണാടി പോലെ തിളങ്ങും. എന്റെ ദൈവമേ, കേട്ട് 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 ഞാൻ ആ ചന്ദ്രീനെ തന്നെ ഞാൻ വെറുത്തുപോയി. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നീ എന്തിനാടി ഇപ്പൊ ഈ പാട്ട് തന്നെ പാടിയത്? അതെന്താ ചെറിയമ്മേ, നല്ല പാട്ടല്ലേ? എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. വേറെ എത്ര പാട്ടുണ്ടെന്ന് നിനക്ക് പാടാൻ വേണ്ടിട്ട്. നിനക്ക് ഇപ്പൊ ഈ പാട്ട് തന്നെ പാടണോ? നീ നിന്റെ കാലഘട്ടത്തിലെ പാട്ട് പാടിയാ മതി കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, ഇപ്പൊ ആർക്കുട്ടി എപ്പോഴാ വരുന്നേ? ഞാനാണെങ്കിൽ പോകാൻ നിൽക്കുമായിരുന്നു. അവക്ക് എന്താ സ്പെഷ്യൽ ക്ലാസ് എന്തോ ഉണ്ടെന്ന്, വരാൻ താമസിക്കുമെന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു. നിനക്ക് ഇന്ന് തന്നെ പോണോടി? 2 ദിവസം നിന്നിട്ട് പോയാ പോരാ വച്ചേ? അയ്യോ, എനിക്ക് പോണം. എന്തായാലും ഇന്ന് തന്നെ പോണം. പോകാണ്ട് പറ്റൂല. എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ടേ പോണം. അല്ല ചെറിയമ്മേ, ചെറിയമ്മയ്ക്കേ ആ ചന്ദ്രയേച്ചിയോട് എന്താ ഇത്ര ദേഷ്യം? എനിക്കെന്ത് ദേഷ്യം? എനിക്ക് ദേഷ്യമൊന്നുമില്ല. വഴി ചോദിച്ചു, കൊടുക്കാൻ പറ്റിയല്ലെന്ന് പറഞ്ഞു. അതിപ്പോ ആ പറമ്പിപ്പോ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ കൊടുത്താൽ നല്ല വില കിട്ടിയല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. ആ വഴി കൊടുത്തൂടെ ചെറിയമ്മേ? അവര് നല്ല വില തരാന്ന് പറഞ്ഞതല്ലേ. അവർക്കൊരു ഉപകാരമാവും, നമുക്ക് കാശും കിട്ടൂലേ. ചെറിയമ്മയ്ക്ക് ആകെപ്പാടെ ഒരേ ഒരു മോളല്ലേ ഉള്ളൂ. അത്യാവശ്യത്തിലധികം സ്ഥലമുണ്ട്. പിന്നെ എന്താ കുഴപ്പം? നമ്മൾ മരിക്കുമ്പോഴേ ഈ സ്ഥലം തലയെ വെച്ച് ചുവന്നോണ്ട് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ പെട്ടിയിലാക്കി കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ലല്ലോ. നീ നിന്റെ കാര്യം നോക്കി പോകാൻ നോക്കിക്കേ. പോകാൻ വേണ്ടിട്ട് ഒരുങ്ങിയതല്ലേ. വന്ന കാലം മുതൽ ബാക്കിയുള്ള കേൾക്കാൻ തുടങ്ങിയതാ. അമ്മായിയമ്മ പുകഴ്ത്തുന്നതോ പോട്ടെ, സ്വന്തം കെട്ടിയവരും കൂടെ അവളെ പുകഴ്ത്താൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഭയങ്കര ദേഷ്യം വരാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു ദിവസം അതിലെ പോയപ്പോൾ അവളൊരു ഗ്ലാസ് ചായ കൊടുത്തു. അതിന് തന്നെ അന്നേ അവരങ്ങനെ അത്ര നല്ല ചായ കുടിച്ചിട്ടില്ലെന്ന്. പിന്നെ പലതും പറയും അവളെ പറഞ്ഞ പുകഴ്ത്തല്. അമ്മയ്ക്കും ഉണ്ട്. കേട്ട് 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 അവളോട് എനിക്ക് ദേഷ്യമായി പോയി കുറച്ച്. അപ്പൊ അതാണ് കാര്യം. സ്വാഭാവികം സ്വാഭാവികം. ആർക്കായാലും ചെറിയ ശത്രുതയൊക്കെ തോന്നാം. എന്തായാലും ചെറിയമ്മ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. ഞാനേ പോട്ടെ കേട്ടോ. സമയം കുറെ ലേറ്റ് ആയി. ഇനിയിപ്പൊ ഞാൻ അവളെ കാത്തിരിക്കുന്നില്ല. പോണ്ടെന്ന് പറഞ്ഞാൽ നീ ജയിക്കുകയല്ലോ. പോന്നാ പിന്നെ. ദൈവമേ, എനിക്ക് ഓർക്കുമ്പോ എന്റെ ശരീരം വിറയ്ക്കുക. എന്റെ ദൈവമേ, 3 ദിവസം എന്റെ കൊച്ചു ICU കിടന്നത്. എന്റെ ദൈവമേ, എനിക്കത് കാണേണ്ടി വന്നല്ലോ. ആകെ കൂടിയുള്ളൊരു കുഞ്ഞ. എന്റെ പെണ്ണെ, മതി കരഞ്ഞത്. പാറുമോക്കൊന്നും പറ്റിയില്ലല്ലോ. ഒരു കുഴപ്പമില്ലാണ്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നില്ലേ? ഇനിയിപ്പോ എന്തിനാ കരയുന്നത്? സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ട് കൊച്ചു രക്ഷപ്പെട്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ എത്തിക്കാൻ പറ്റിയല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദി പറ. എന്നാലും എന്റെ അമ്മേ, ഞാൻ തലയിലും താഴെയും വെക്കാണ്ട് കാലയിലൊരു മുള്ളു പോലും കൊള്ളാതെ വളർത്തിയ എന്റെ കുഞ്ഞ്, അതിനാ പാമ്പ് കടിച്ചല്ലോ എന്ന് ഓർത്തിട്ടെ എനിക്ക്. എനിക്ക് ഓർക്കാൻ മേലപ്പോ എന്റെ കൊച്ചു ICUലൊക്കെ കിടന്നു. ആകെയുള്ളൊരു മോളാ. അതിനെ പാമ്പ് കടിച്ചിട്ട് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചത് ആരാ? ഈ ചന്ദ്രയുടെ മോൻ. നീ ഒറ്റ ഒരുത്തി കാരണമാണ് ആ ചെറുക്കനൊരു കാറ് മേടിച്ചിട്ട് അതിന്റെ മുറ്റത്ത് കൊണ്ട് ഇടാൻ പറ്റാത്തത്. ആകെ നമ്മുടെ പറമ്പിൽ അത്രേ വരുന്നുള്ളൂ. അതിന് വെച്ചിട്ട് കുറച്ച് വഴിക്ക് ഒരു സ്ഥലം കൊടുക്കാൻ പറഞ്ഞിട്ട് നീ ഒറ്റ ഒരുത്തിയാ സമ്മതിക്കാതിരുന്നത്. ഇപ്പൊ കൊച്ചിനൊരു ആവശ്യം വന്നപ്പോ ആ ചെറുക്കൻ നൂറെ പറപ്പിച്ചിട്ടാണ് ആശുപത്രിയിൽ എത്തിച്ചത് കൊച്ചിനെ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിനൊന്നും പറ്റിയില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് അയൽവക്കംകാരെ ഒരാവശ്യം വരുമ്പോൾ വിളിച്ചാൽ ഓടി വരാനുണ്ടാവുള്ളൂ. അല്ലാണ്ട് എവിടെയോ കിടക്കുന്ന ബന്ധുക്കളൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് അയൽവക്കക്കാരോട് നല്ല സ്നേഹത്തിൽ പോകണം. ഈ ശത്രുത മനസ്സിൽ വെക്കാതെ. കേട്ടോ പറഞ്ഞത്? എന്തോരം സ്ഥലം വേണേലും കൊടുക്കാം അമ്മ. എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. എന്തോരം വേണേലും കൊടുക്കാം. കാശൊന്നും മേടിക്കണ്ട, അവരെടുത്തോട്ടെ.
എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെട്ടല്ലോ. അത് മതി എനിക്ക്. അവനോട് പറ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാ ചെയ്യാൻ വേണ്ടിട്ട്.